ഇന്ന് CPM കേരളം ഒട്ടാകെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കണ്ണൂരിൽ പോസ്റ്റ് ഓഫീസിനെതിരെയായിരുന്നു, പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലായിട്ടായിരുന്നു സമരം നടത്തിയിരുന്നത്. അപ്പോൾ ആ സമരത്തിനെതിരെ ഉയർന്നൊരു വിവാദം എന്താണെന്ന് വെച്ചാൽ അത് റോഡിൽ ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയിട്ട് സമരം നടത്തി എന്നുള്ളതാണ്. അജിംസ്, തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വഞ്ചൂർ ഏരിയ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം ഹൈക്കോടതി ഇടപെട്ട സംഭവം കണ്ടിരുന്നു. ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുമ്പോഴത്തേക്ക് CPM അല്ലെങ്കിൽ മറ്റേത് പാർട്ടിക്കാരും ആകട്ടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന സമരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത് ജനങ്ങൾ അനുഭവിച്ചാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ണൂരിൽ ഉണ്ടായ ഈ സംഭവത്തെ നിലവിൽ ഹൈക്കോടതി വിധിയുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത് എന്ന് പറഞ്ഞുള്ള എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഭരണഘടന രാജ്യത്തെ പൗരന് നൽകുന്ന അവകാശമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശം, അതുപോലെ അസംബ്ലി ചെയ്യാനുള്ള അവകാശം, സംഘം ചേരാനുള്ള അവകാശം. പക്ഷെ അതേ ഭരണഘടന തന്നെ നമ്മുടെ ഭരണഘടനയുടെ 1-ാം ഭേദഗതി തന്നെ മൗലികാവകാശങ്ങൾ അബ്സല്യൂട്ടല്ല എന്ന ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി, അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രതിഷേധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് അവകാശം നൽകുന്ന ഒന്നാണ് 1-ാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ എന്തിനു വേണ്ടിയായിരിക്കാം? അതായത് ഒരാളുടെ പൗരാവകാശം മറ്റൊരാളുടെ പൗരാവകാശത്തെ ധ്വംസിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ ഇന്ന് കണ്ണൂരിൽ നടന്ന ആ സമരത്തിൽ കേസെടുത്തിട്ടുണ്ട് MV ജയരാജനെതിരെയും കണ്ടാലറിയാവുന്ന 10,000-10,000 പേർക്കെതിരെ. അപ്പോൾ അത് കേസെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ മറ്റു പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയെന്നതാണ്. അതായത് പ്രതിഷേധിക്കാനുള്ള CPMൻ്റെ അവകാശം മറ്റ് സാധാരണ പൗരന്മാരുടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി. അതൊരു ഭരണഘടനാ പ്രശ്നം തന്നെയാണ്. അങ്ങനെ പറ്റൂല്ലേ എന്നുള്ളൊരു ഭരണഘടനാ പ്രശ്നം തന്നെയാണ്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ CPMനെതിരായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഉയർന്നു വരാനും സാധ്യതയുണ്ട്. അത് കോടതിയിൽ വരുമ്പോൾ അത് അങ്ങനെ ഒന്നായി മാറുകയും ചെയ്യും. അതിൻ്റെ കാരണം ഒരു ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി റോഡ് കെട്ടിയടച്ച് സ്റ്റേജ് കെട്ടിയെന്നുള്ളതാണ്. ഇത് രണ്ട് ഇഷ്യൂ ആണ്. വഞ്ചൂർ നടന്നതും കണ്ണൂർ നടന്ന 2 ഇഷ്യൂ ആണ്. കണ്ണൂർ നടന്നത് ഒരു പ്രൊട്ടസ്റ്റാണ്, ഒരു പ്രതിഷേധമാണ്. അപ്പം ഈ ജനാധിപത്യ രാജ്യങ്ങൾ ഒട്ടുമിക്കതും, പ്രത്യേകിച്ച് യൂറോപ്യൻ ജനാധിപത്യ രാജ്യങ്ങൾ, ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നവരാണ് ബഹുഭൂരിഭാഗവും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ റോഡ് ബ്ലോക്ക് ആയേക്കാം, എങ്കിൽ പോലും അതിനെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഭരണകൂടങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ജനങ്ങൾ സംഘടിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഗതാഗതം തടസ്സപ്പെട്ടു. അവിടെ ചില കോടതികൾ ഇപ്പോൾ UK അത്തരം ധാരാളം കേസുകളുണ്ട്. അപ്പോൾ കോടതികൾ അതിൽ പരിഗണിക്കുക, അതിൽ ഏറ്റവും ഗ്രേവ് ഇഷ്യൂ എന്താണ്, ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടതാണോ ഇഷ്യൂ, അതല്ല ഈ പ്രൊട്ടസ്റ്റേഴ്സ് ഉന്നയിക്കുന്ന പ്രശ്നമാണോ ഇഷ്യൂ എന്ന് പരിഗണിച്ച് കോടതികൾ വിധി പുറപ്പെടുവിച്ച ധാരാളം അനുഭവങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇന്ത്യ അങ്ങനെ ഈ പ്രതിഷേധക്കാരെ അങ്ങനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടങ്ങളല്ല. നമ്മുടെ ഭരണഘടനയും അതിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ പൗരത്വ പ്രക്ഷോഭകാലത്ത് ഡൽഹിയിൽ ഒരു റോഡ് അടച്ച് സമരം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് അവരെ ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു വിഭാഗം സമരവുമായി വരികയും പിന്നീട് അതൊരു വലിയ കലാപമായി മാറുകയും ചെയ്തൊരു നാടാണ് ഇന്ത്യ. അങ്ങനെ നോക്കുമ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ അവകാശത്തെ നമ്മുടെ ഭരണഘടന പൂർണ്ണമായി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതേസമയം തന്നെ ഒന്നിനെതിരെയും പ്രതിഷേധിക്കേണ്ട എന്ന ഒരു വാദവും ഉണ്ടാവുമല്ലോ. എന്തിനാണ് സമരക്കാർ, ആന്തോളൻ ജീവികൾ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചതുപോലെ ആന്തോളൻ ജീവികൾ, സമരജീവികൾ. ഈ സമരം ചെയ്യേണ്ടതില്ല എന്നൊരു സെൻറ്റിമെൻറ്റ് സമൂഹത്തിൽ വളർന്നു വരുന്നത് ഒട്ടും നല്ലതല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സമരം എന്തോ ഒരു മോശം കാര്യമാണ്, സമരം ചെയ്യുന്നത് എന്തോ ഒരു ജനാധിപത്യ വിരുദ്ധമാണ്, ജനങ്ങൾക്കെതിരാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ് എന്നൊരു സെൻറ്റിമെൻറ്റ്സ് ഉയർന്നു വരുന്നതും ഒട്ടും ശരിയല്ല. കാരണം പിന്നെ നമുക്ക് വാ തുറക്കാൻ അവകാശം ഉണ്ടാവില്ല. നമ്മളെവിടെ സമരം അവസാനിപ്പിക്കുന്നു അന്ന് ജനാധിപത്യം അവസാനിക്കുകയാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലാണ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. എതിര് പറയാനുള്ള, വിസമ്മതത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ആ അവകാശം പണയം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുക. 1. 2, സമരം ചെയ്യുന്നവർ, ആ സമരം എങ്ങനെ ചെയ്യണം എന്നുള്ളത് സമരം ചെയ്യുന്നവരാണ് തീരുമാനിക്കേണ്ടത്. അത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് അസംബ്ലി ചെയ്തിട്ടായിരിക്കും. ചില രാജ്യങ്ങളിൽ അങ്ങനെയുണ്ട്, ഒരു പ്രത്യേക ഇടം ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവരങ്ങനെ കൂടിയൊന്ന് സമരം ചെയ്യുന്നവരുണ്ടാവും. ചിലർ ഉറക്കം മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ടാവും. ചിലർ പ്ലക്കാർഡ് മാത്രം കൈ പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരുണ്ടാവും. കൈ കൊട്ടി പാട്ട് പാടി സമരം ചെയ്യുന്ന ആളുകളുണ്ട്. പല രീതിയിൽ സമരം ചെയ്യാം. നിങ്ങൾ എങ്ങനെ സമരം ചെയ്യാവോ, അങ്ങനെ സമരം ചെയ്യാവോ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ സമരം ചെയ്യുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു വഴി തടഞ്ഞ് നടത്തുന്ന സമരം
ഇപ്പോൾ സമരം ചെയ്യുന്നതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ബഹുജനങ്ങളുടെ പിന്തുണ ഈ സമരത്തിൻ്റെ കോഴ്സിനും ഉണ്ടാവണമെന്നാണല്ലോ. ഇപ്പോൾ CPM കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ നടത്തുന്നൊരു സമരത്തിൽ CPM ആഗ്രഹിക്കുന്ന എന്താണ്? അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോഴ്സിനോട് ബഹുജനങ്ങൾക്ക് സമ്മതി ഉണ്ടാവണം, അവരുടെ പിന്തുണ ഉണ്ടാവണം എന്നാണ്. യഥാർത്ഥത്തിൽ വഴി തടഞ്ഞ് അങ്ങനെ സമരം ചെയ്താൽ അങ്ങനെ പിന്തുണയ്ക്കുന്നവർ പോലും, ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ എതിരഭിപ്രായമുള്ള ഒരാൾ ആംബുലൻസിൽ പോവുകയാണ്, അമ്മയെയോ പെങ്ങളെയോ കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ്, വഴി തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അയാൾ എന്തായിരിക്കും ചിന്തിക്കുക? ഒരുപക്ഷെ അയാളുടെ നിലപാട് പോലും മാറാൻ അത് ഇടയാക്കിയേക്കാം. അപ്പോൾ സമരം ചെയ്യേണ്ടവർ അങ്ങനെ കൂടി ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ബാധിക്കുന്ന മനുഷ്യർക്ക് തന്നെ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയാതെ വരുന്ന രീതിയിലേക്ക് സമരങ്ങൾ മാറിപ്പോരുതെന്ന് സമരം ചെയ്യുന്നവരും ആലോചിക്കേണ്ടതുണ്ട്. നിഷാദ്, ഇന്നിപ്പോൾ കോഴിക്കോട് അടക്കം പോലീസ് ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ സമരമായിട്ട് ബന്ധപ്പെട്ട്. അതേസമയം ഈ കണ്ണൂരിലെ വിഷയത്തിൽ CPM ജില്ലാ സെക്രട്ടറി ME ജയരാജൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അതിൽ ജനങ്ങൾക്ക് അതല്ലെങ്കിൽ മറ്റു വഴികളുണ്ട്, യാത്രാമാർഗ്ഗങ്ങൾക്ക്, ഞങ്ങൾക്ക് ഈ സമരത്തിന് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ പൊതുനിരത്തുകളും നിരവധി അവകാശ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയൊക്കെ കൂടിയിട്ട് ചരിത്രം അങ്ങനെ ഒരു പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് പലയിടത്തും. ഇതിൻ്റെ അകത്ത് കോടതികളുടെ ഇങ്ങനെയുള്ളൊരു സമീപനത്തിനോട് യോജിക്കുന്നതാണ്. കാരണം പൊതുനിരത്തുകളിൽ ഇങ്ങനെ പാടില്ല, സഞ്ചാര സ്വാതന്ത്ര്യം വേണം, ഓക്കെ, പക്ഷേ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇൻ ടോട്ടൽ ഇതിനെടുത്താൽ ഈ സമരങ്ങൾ, പൊതുവിടത്തിലെ സമരങ്ങളെയെല്ലാം നിയന്ത്രിക്കേണ്ടതുണ്ട്. നിരത്തുകളെന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ മാത്രമുള്ളതാണ് എന്ന ഒരു ശാഠ്യവുമായി കോടതി വരുന്നതിനെ നമ്മൾ വലിയ ഗൗരവത്തിൽ കാണാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എൻ്റേത്. അതായത് ഇന്നത്തെ ഇപ്പോൾ സമരത്തിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ ജയരാജൻ പറയുന്നുണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇവിടെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ സമരം ചെയ്യുകയാണ് എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ സമരം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റീറൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും ട്രാഫിക് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുക്കുകയും എല്ലാവർക്കും പോകാനുള്ള വഴി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വഴി അടഞ്ഞതിൻ്റെ പേരിൽ എവിടെയെങ്കിലും വാഹനങ്ങൾ തടഞ്ഞു കിടക്കുകയോ, ഇപ്പം ആംബുലൻസുകൾ സാധാരണ ഇത്തരം വഴി തടയൽ സമരങ്ങളൊക്കെ പെട്ടുപോകാറുണ്ട്. അത്തരം ഒരു എന്താ പറയുന്നത്, മോശം അനുഭവം ഇന്നും ഉണ്ടായിട്ടില്ല. ഓൾറെഡി നേരത്തെ തന്നെ നോട്ടീസ് കൊടുത്ത സമരമാണ്. പോലീസ് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ കേസെടുക്കേണ്ടതാണ്. കാരണം റോഡ് പാതിയോളം ഇവർ എടുത്തിട്ടാണ് സമരം ചെയ്യുന്നത്. അതിനെതിരെ സ്വാഭാവികമായിട്ടും കേസ് വരും. മിക്കവാറും അത്തരം സമരങ്ങൾക്കെതിരെയെല്ലാം സ്വാഭാവികമായി കേസുണ്ടാവും, നമ്മൾ കാണുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ വഴി തടയുക എന്ന് വെച്ചാൽ വഴി തടയൽ സമരമല്ല. ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുകയാണ്, ട്രാഫിക് ഒന്ന് ചുരുങ്ങുകയോ ചെറുതായി തടസ്സപ്പെടുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. സമരങ്ങളെക്കാൾ പ്രധാനമാണ് റോഡുകൾ സ്വതന്ത്രമായി കിടക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. നിയമപരമായി ശരിയായിരിക്കാം, രാഷ്ട്രീയമായി അതിലൊരു ശരിയും കാണാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിരവധിയായ ജീവിത പ്രശ്നങ്ങളുള്ള മനുഷ്യർ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യേണ്ട അനിവാര്യതയിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്ക് ആ സമരം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ റോഡിലെ ഗതാഗതം ചിലപ്പോൾ ഒന്ന് കുറച്ച് നാരോ ആവുകയോ, ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് തടസ്സപ്പെടുകയോ ഒക്കെ ചെയ്യും. അതിനെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ, സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സമ്പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടുള്ള സമരങ്ങൾ മതി, അതിന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി സമരം ചെയ്യൂ, വേറെ എങ്കിലും സ്ഥലം കണ്ടെത്തൂ എന്നൊക്കെ പറയുന്നത് ഒരു ഒട്ടും ജനാധിപത്യത്തിൻ്റെ ഒരു പൂർണ്ണമായ ചിന്തയുടെ ഭാഗമായി അതെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കോടതികൾക്ക് ഇതിൻ്റെ സമീപനത്തിൽ പോലും പ്രശ്നമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളോട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ ഒരു പൊതുവായ സാമൂഹ്യ അന്തരീക്ഷം എടുക്ക്. എല്ലാ റോഡിലും എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം സാധ്യമാകുന്നുണ്ടോ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ വൈകുന്നേരം നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ എത്ര ആരാധനാലയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ റോഡുകളിലെ ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്? എത്ര കോടതികൾ കർക്കശമായ സമീപനം എടുക്കുന്നു? തിരുവനന്തപുരത്തെ എയർപോർട്ട് എല്ലാ വർഷവും നിശ്ചിത സമയത്ത് അടച്ചിടുന്നുണ്ട്. എന്തിനാണ്? ഒരു പ്രത്യേക ആരാധനാലയത്തിൻ്റെ ഈ അവരുടെ പ്രദക്ഷിണം പോകുന്ന ഒരു വഴി അതുമാത്രമാണ്. അത് റീറൂട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എയർപോർട്ട് അടച്ചിട്ടാണ്, ഇൻ്റർനാഷണൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചെയ്യാണ്. എന്താണ് കോടതികൾക്ക് വേദനിക്കാത്തത്? ഇത് മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്കാരില്ലാത്ത ആളുകളും സഞ്ചരിക്കുന്ന എയർപോർട്ടാണ്. അവിടെ ഇന്ത്യക്കാരിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം വിശ്വാസവുമായി ബന്ധപ്പെട്ട് തടസ്സം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന വാദം ഇവിടുത്തെ ഹൈക്കോടതികൾ ഉന്നയിച്ച് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്രയോ മതഘോഷയാത്രകൾ എവിടെയെല്ലാം എപ്പോഴെല്ലാം നടക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെല്ലാം റോഡ് ബ്ലോക്കാവുന്നു, കോടതിക്ക് വേദനിക്കുന്നില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയക്കാർ സമരം ചെയ്യുന്നത് കാണുമ്പോൾ മാത്രം കോടതിയുടെ ഈ പൗരബോധവും നിയമബോധവും വളരെ പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റി വരുന്നത് അത് എന്താണ്? നമ്മുടെ രാഷ്ട്രീയക്കാർ കുഴപ്പമാണ്. രാഷ്ട്രീയക്കാർ എപ്പോഴും സമരം ചെയ്യുന്നവരാണ്, സമരജീവികളാണ്. അവർ സമരം ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന ഒരു പൊതുസമീപനത്തിൻ്റെ, പൊതുബോധത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് വരുന്ന ഒന്നാണ്. അതങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല. ശരിയാണ്, നമുക്ക് ഈ വർത്തമാനം പറയുമ്പോഴും നാളെ നമുക്ക് ഞാൻ നാളെ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ, സികേഷോ അജിംസോ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ അവിടെ എത്തിച്ചെല്ലാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് തടയാൻ ഒരു സമരത്തിൻ്റെയും പേരിൽ രാഷ്ട്രീയക്കാർ കഴിയില്ല. പക്ഷേ
അതിൻ്റെ പേരിൽ സമരങ്ങളെ പാടില്ല, പൊതുവിടത്തിലെ സമരങ്ങളെ പാടില്ല എന്ന നില സ്വീകരിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ സമരങ്ങളുടെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ഒരു രാജ്യമാണ്, സമരങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണ്, സമരങ്ങളിലൂടെ പുലർന്നു പോരുന്ന ഒരു രാജ്യത്ത് സമരം പാടില്ല എന്ന നിലപാട് സ്വീകരിക്കില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസിന് പോലും ഈ പറയുന്ന ഉപരോധ സമരവും കേസുമായി ബന്ധപ്പെട്ടൊരു പൊസിഷൻ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 2-3 വർഷം മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, എറണാകുളത്തെ ബൈപ്പാസ് ഫുള്ള് മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിൽ തടഞ്ഞിട്ടു. അന്നാണ് ജോജു വിഷയം ഉണ്ടാക്കുന്നത്. എന്തിനായിരുന്നു? ഇന്ധന വില വർധനയ്ക്കെതിരായിട്ടുള്ള സമരമായിരുന്നു. ഇന്ധന വില വർധന ഇവിടുത്തെ ശരാശരിക്കാരന് താങ്ങാൻ കഴിയാത്തതാണ്. ആ പ്രശ്നം ജനങ്ങളിലേക്ക് എത്തിക്കാനും ആ പ്രശ്നത്തിൻ്റെ ആഴം ജനങ്ങളെ ബോധിപ്പിക്കാനുമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരമാർഗം തിരഞ്ഞെടുത്തതെന്ന് അന്ന് കോൺഗ്രസിൻ്റെ DCC പറഞ്ഞു. അന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ പിന്തുണയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് സമരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സമരമാർഗത്തെക്കുറിച്ചും ഈ കാര്യത്തിൽ കോൺഗ്രസിന് വലിയ എതിരഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം ഉണ്ടെങ്കിൽ അവരുടെ ഇരട്ടത്താപ്പായിട്ട് മാറും. അതുകൊണ്ട് ശരിയാണ്, നിയമങ്ങൾ പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നിരിക്കെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒരു പഴുതു പടയ്ക്കാതെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത സമരം, എല്ലാ സമരങ്ങളും, ലോകത്തെ സകല സമരങ്ങളും ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അന്യായവും അനീതിയുമായിട്ട് സമരങ്ങൾ മാറാൻ പാടില്ല. സമരത്തിൻ്റെ കോസ് തന്നെയാണ്, സമരം ചെയ്യുക എന്ന ആശയത്തിന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ എടുക്കുന്ന ചെറിയ കേസുകളേക്കാൾ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് CPIM എന്തോ ഒരു അപരാധം സൃഷ്ടിക്കുകയാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന കോടതികളുടെ കൂടെ അല്ല നമ്മൾ നിൽക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. റോഡ് വണ്ടി ഓടിക്കാൻ മാത്രമല്ല സമരം ചെയ്യാനും കൂടിയുള്ളതാണ്. കാരണം അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ചത് റോഡിലൂടെയാണ്. അതെ, എന്തായാലും നമ്മുടെ റോഡുകൾക്കും ബാക്കിയുള്ള പൊതുവിടങ്ങൾക്കൊക്കെ നിരവധി സമരങ്ങളുടെ ചരിത്രങ്ങളുടെ പാരമ്പര്യമുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഒരു ആധുനിക സമൂഹം എന്ന രീതിയിൽ മറ്റുള്ളവരെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നമ്മൾ തടസ്സപ്പെടുത്താനും പാടില്ല.